മാരുതി സുസുക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഹ്യുണ്ടായി, മഹീന്ദ്ര, ടാറ്റ പോലുള്ള വാഹന നിർമ്മാതാക്കൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നാൽ കൂടി മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. മറ്റു വാഹന നിർമ്മാതാക്കളെ കമ്പയർ ചെയ്യുമ്പോൾ 3 മടങ്ങ് അധികമായിട്ടുള്ള സെയിൽസ് ആണ് മാരുതി സുസുക്കിയിൽ നിന്നും നടക്കുന്നത്. എന്നാൽ ഇലക്ട്രിക് കാറുകളുടെ കാര്യം നോക്കുമ്പോൾ മാരുതി സുസുക്കി ഇതുവരേക്കും ഒരു ഇലക്ട്രിക് കാർ കൂടി ലോഞ്ച് ചെയ്തിട്ടില്ല. എന്നാൽ ഈ വിറ്റാര എന്ന പേരിൽ മാരുതി സുസുക്കി ഒരു ഇലക്ട്രിക് കാറിനെ പലയിടങ്ങളിലും ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടെസ്റ്റിംഗും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഈ വാഹനത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്തുകൊണ്ടാണ് മാരുതി സുസുക്കി ഇതുവരേക്കും ഒരു ഇലക്ട്രിക് കാറിനെ ലോഞ്ച് ചെയ്യാത്തത്? എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഇറക്കിയതിനു ശേഷം തങ്ങളുടെ വാഹനങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ക്ലവറായിട്ടുള്ള മൂവ്മെന്റ് ആണോ? എന്തുകൊണ്ടാണ് മാരുതി സുസുക്കി തങ്ങളുടെ ഇലക്ട്രിക് കാറുകളെ ലേറ്റ് ആയിട്ട് ഇറക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ടാറ്റ ആയിക്കൊള്ളട്ടെ, മഹീന്ദ്ര ആയിക്കൊള്ളട്ടെ, അഗ്രസീവ് ലെവലിലാണ് അവരുടെ EV വാഹനങ്ങളെ ലോഞ്ച് ചെയ്യുന്നത്. ഇൻഫാക്ട് ടാറ്റ മോട്ടോഴ്സ് ഒരു പടി കൂടി മുകളിലേക്ക് എത്തി തങ്ങളുടെ EV വെഹിക്കിൾസിന് മാത്രമായിട്ടുള്ള ഒരു ഷോറൂമുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല MG മോട്ടോഴ്സും തങ്ങളുടെ EV വെഹിക്കിൾസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. BYD എന്ന ബ്രാൻഡും അതിന് ഒട്ടും പുറകിലല്ല. ഹ്യുണ്ടായും കിയയും ഒക്കെ അവരുടെ EV വാഹനങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹ്യുണ്ടായുടെ ക്രെറ്റ എന്ന മോഡലിനെ EV വെഹിക്കിളായിട്ട് കാണാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇത്രയധികം വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിലേക്ക് EV വാഹനങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 പൊസിഷനിലുള്ള വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇതുവരേക്കും ഒരു വാഹനത്തെ പോലും EV ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. ഒരു ഇലക്ട്രിക് കാർ ലോഞ്ച് ചെയ്യുന്നത് മാത്രമല്ല മുഖ്യമായിട്ടുള്ള ഒരു കാര്യം, സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക്, ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യുന്നത്, ഇവയെല്ലാം ഫസ്റ്റ് കാർ ലോഞ്ച് ചെയ്തതിനു ശേഷം മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ചലഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എക്സ്റ്റാബ്ലിഷ്മെന്റ് ബ്രാൻഡുകൾക്കുണ്ട്. ഒരു ഇലക്ട്രിക് കാർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചാർജിംഗ് സ്റ്റേഷൻസ് ആയിരിക്കാം, ഇലക്ട്രിക് കാർ ടെക്നീഷ്യൻസ് ആയിരിക്കാം, സപ്പോർട്ട് ചെയ്യുന്ന വെൻഡേഴ്സും ആകാം. ഇവയെല്ലാം ഒരു ബ്രാൻഡിൽ നിന്നും ഇലക്ട്രിക് കാർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല കസ്റ്റമറിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നതും വളരെ വലിയ കാര്യമാണ്. ടാറ്റ മോട്ടോഴ്സിൽ നിന്നായിക്കൊള്ളട്ടെ, മഹീന്ദ്രയിൽ നിന്നാകട്ടെ, പല കാര്യങ്ങളും മാരുതി സുസുക്കിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി EV വെഹിക്കിൾസിന്റെ മാർക്കറ്റ് മെച്യൂർ ആകുന്നത് വരേക്കും വെയിറ്റ് ചെയ്യുന്നതാവാം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹാച്ച് ബാക്ക് കാറുകളും സെഡാൻ മോഡൽ കാറുകളും വളരെയധികം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് SUV മാർക്കറ്റിനെ കുറിച്ച് മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്നും മാരുതി സുസുക്കി വളരെയധികം പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു കാരണം എടുത്തു പറയുകയാണെങ്കിൽ, ഹ്യുണ്ടായി എന്ന ബ്രാൻഡിൽ നിന്നും ഒരു കോമ്പാക്ട് SUV ലോഞ്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് മാരുതി സുസുക്കി തങ്ങളുടെ ഒരു കോമ്പാക്ട് SUVയെ ലോഞ്ച് ചെയ്തത്. അതിനു മുൻപ് വരെ മാരുതി സുസുക്കി കോമ്പാക്ട് SUVയുടെ മാർക്കറ്റിനെ പറ്റി പഠിക്കുകയായിരുന്നു. അതിനു മുൻപ് അവരുടെ ഒരു SUV ഫ്ലോപ്പായി പോയിട്ടുമുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മ കാണും, ഗ്രാൻഡ് വിറ്റാര. എന്നാൽ അതേ പേരിൽ തന്നെ പിൽക്കാലത്ത് മാരുതി സുസുക്കി തങ്ങളുടെ കോമ്പാക്ട് SUVയെയും ലോഞ്ച് ചെയ്തു. ഇപ്പോഴത് വളരെയധികം സക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കിക്ക് കോമ്പാക്ട് SUVകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർ ആ മാർക്കറ്റിനെ പറ്റി വളരെയധികം പഠിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന കോമ്പാക്ട് SUVകളിൽ മുൻപന്തിയിലാണ് മാരുതി സുസുക്കി. ഇതിനുള്ള മുഖ്യമായ കാരണം മാരുതി സുസുക്കിക്കുള്ള സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി എന്ന ബ്രാൻഡ് EV വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപേ തന്നെ അവരുടെ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കിൽ അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം സർവീസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലായിടങ്ങളിലും സർവീസ് നെറ്റ്വർക്കുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി സുസുക്കി. അവരുടെ ആ സർവീസിന്റെ കൂടെ തന്നെ EVയുടെ സർവീസ് കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ് അവർ എടുക്കുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുവാനും ബാറ്ററിയുടെ പ്രൈസ് കുറയ്ക്കുവാനും വേണ്ടിയുള്ള മാരുതി സുസുക്കിയുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മാരുതി സുസുക്കി എന്ന ബ്രാൻഡ് അഫോർഡബിൾ സെഗ്മെന്റിൽ തന്നെ ബാറ്ററി വാഹനങ്ങളെ ലോഞ്ച് ചെയ്യും. മാത്രമല്ല EV വെഹിക്കിൾസിൽ നിന്നും മറ്റുള്ള ബ്രാൻഡുകൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് നേരിടുന്നത് എന്നുള്ള കാര്യവും കൂടി മാരുതി സുസുക്കി പഠിക്കുകയാണ്. എന്തായാലും മാരുതി സുസുക്കിയുടെ ആദ്യ EV കാർ എന്ന് പറയുന്നത് ഈ വിറ്റാര തന്നെയായിരിക്കും. 49 kWh ബാറ്ററിയോടെ 144 PS പവറോടെ ഈ വാഹനം ലോഞ്ച് ആകും. 500 കിലോമീറ്ററോളം റേഞ്ചും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മാരുതി സുസുക്കിയുടെ ഈ നീക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ വിറ്റാരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.